السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم صل وسلم وبارك عليه. വിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് തേടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ, റബ്ബിൻ്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ ആദ്യമായി മാതാപിതാക്കളുടെ തൃപ്തി ലഭിക്കണം. മാതാപിതാക്കളുടെ തൃപ്തി ലഭിച്ചാൽ മാത്രമേ റബ്ബിന്റെ തൃപ്തി ലഭിക്കുകയുള്ളൂ, റബ്ബിന്റെ കാരുണ്യം നമ്മുടെ മേൽ ചൊരിയുകയുള്ളൂ. റിള റബ്ബി ഫീ റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് റബ്ബിന്റെ തൃപ്തി മാത്രം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, 3 കാര്യം ഒരുമിച്ച് ജോഡിയായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിൽ പ്രധാനപ്പെട്ടത് റബ്ബിന്റെ തൃപ്തി. റബ്ബിന്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തി ലഭിക്കണം. മാതാപിതാക്കളോട് നാം വളരെ മാന്യമായും സൗമ്യമായും പെരുമാറണം. തന്റെ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് തവാഫ് ചെയ്ത വ്യക്തി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഞാൻ എൻ്റെ ഉമ്മയോടുള്ള കടമ വീട്ടിയോ? ഉമ്മയോടുള്ള കടമ വീട്ടിയിട്ടില്ല. ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്തുള്ള വേദനയുടെ ഒരു വേദനയ്ക്ക് തുല്യം പോലും ആയിട്ടില്ല എന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി നൽകിയത്. മാതാപിതാക്കളോടുള്ള കടമ ഖുർആനിൽ അള്ളാഹുവിന് ആരാധന അർപ്പിക്കണമെന്ന് പറയുന്നിടത്ത്, അള്ളാഹുവിന് നന്ദി കാണിക്കണമെന്ന് പറയുന്നിടത്ത് പല സ്ഥലങ്ങളിലും തൊട്ടുടനെ പറയുന്നത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നാണ്. കാരണം മാതാപിതാക്കൾ നിന്റെ ഭൗതിക ലോകത്തെ നിന്റെ സൃഷ്ടിപ്പിനു കാരണക്കാരനാണ്. യഥാർത്ഥ കാരണക്കാരൻ അള്ളാഹു ആയതുകൊണ്ട് ഖുർആൻ ആദ്യം അള്ളാഹുവിന് ആരാധന അർപ്പിക്കാൻ പറയുന്നു, പിന്നീടതാ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നാണ് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. സൂറത്തുൽ ഇസ്രാ 23 പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്. തൊട്ടുടനെ തന്നെ പറയുന്നു, മാതാപിതാക്കളോട് ഗുണം ചെയ്യണം. അനിഷ്കുർലി വലിവാലിദൈക ഇലയ്യൽ മസീർ. സൂറത്തുൽ ലുഖ്മാൻ 14-ാമത്തെ ആയത്തിൽ പറയുന്നു, നിങ്ങൾ എനിക്ക്, അള്ളാഹു പറയുന്നു, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം. വലിവാലിദൈക, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണം. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. സൂറത്തുൻ നിസാ 36-ലും പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ ആരാധന അർപ്പിക്കണം. ആരാധനയുടെ വിഷയത്തിൽ അള്ളാഹു അല്ലാത്തവരെ പങ്കു ചേർക്കരുത്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ലാ തഅബുദൂന ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത്. തൊട്ടുടനെ പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. സൂറത്തുൽ ബഖറ 83-ാമത്തെ ആയത്തിലും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഒരു വ്യക്തി അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബിയെ, ഞാൻ വലിയ